എന്താടാ പ്രാട്ടിയെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുന്നേ? അതൊക്കെ ഉള്ളവർക്കല്ലേ അമ്മ കളയാൻ പറ്റുള്ളൂ. അതും ശരി തന്നെ. എന്നെ പോലെ അതില്ലാത്തവർ എന്തെടുത്തിട്ട് കളയേ? ഇല്ലാത്ത അണ്ണാനെ പോലെ പിന്നെ എന്തെങ്കിലും നൊട്ടിക്ക് താടിയിൽ കയ്യും കൊടുത്ത് നിൽക്കുന്നേ? വിളിപ്പിച്ചേക്കണോ അമ്മ? ആര് വിളിപ്പിച്ചടാ? ഈടി. കേരളത്തിൽ ഇനി നിന്നെ മാത്രമേ ഈടി വിളിപ്പിക്കാനുള്ളൂ. അതുമായി എന്റെ മാമ എന്നെ വിളിപ്പിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആരെ വിളിപ്പിച്ചെന്ന്? നമ്മുടെ തോമസ് ഐസക് സാറില്ലേ സഖാവ്, അങ്ങനെ ഈടി വിളിപ്പിച്ചേക്കണ്. അയ്യോ, എന്നടാ വിളിപ്പിച്ചേക്കുന്നേ? 2-ാം തീയതി. ഇങ്ങനെയുള്ള ഐശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ 1-ാം തീയതി അല്ലേ വിളിക്കാൻ? പോയിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഐശ്വര്യോ? പിന്നെ ഇത് നല്ല ഐശ്വര്യമുള്ളൊരു കാര്യമല്ലേ? എന്നാലും 1-ാം തീയതി എന്തിനാണോ എന്താ വിളിക്കാത്തത്? 1-ാം തീയതി ഈടി മനഃപൂർവ്വം വിളിപ്പിക്കാത്തന്നെ. അതെന്താ മനഃപൂർവ്വം വിളിക്കാത്തത്? മാമ 1-ാം തീയതി ഏപ്രിൽ ഫുൾ. അന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറ്റിക്കാൻ നമ്മുടെ സഖാവിനെ വിളിക്കണം എന്ന് ചോദിച്ചോട്ട് ഇങ്ങനെ പോവില്ല. ഇങ്ങാര് 1-ാം തീയതി അല്ല 10-ാം തീയതി വിളിച്ചാലും പോവില്ല. പോയിട്ടേ പ്രശ്നമാവില്ല അമ്മ. പോയില്ലെങ്കിൽ പ്രശ്നമൊന്നും ആവില്ലടാ. കെജ്രിവാളിനെ പോലെ ജയിലിലാവേ ഉള്ളൂ. ജയിലിലാവും. എന്റെ പൊന്നെ മാമ, അത് ഡൽഹി, ഇത് കേരളം. ഈ കേരളവും ഡൽഹിയും തമ്മിൽ എന്തൊരു വ്യത്യാസം? മാമ ഇവിടെ അണികളൊക്കെ നിരക്ക് സഖാവിന്റെ കൂടെ, അറിയാമോ? എന്തരെ മാമ ഈടിന് മുമ്പ് നമ്മൾക്ക് നിരക്കും. ഈടിന് മുമ്പ് സഖാക്കൾ ഇരുന്ന് ഞരങ്ങും. എന്തിനു മാമ? നോട്ട്. എന്തൊക്കെയായിരുന്നു അമ്മ അവിടെ പുകില്? എന്തൊക്കെയായിരുന്നു പുകില്? ആദ്യം CBI കൊണ്ടുവന്നു, ഒന്നും നടന്നില്ല. നടന്നില്ല. അടുത്ത് ED കൊണ്ടുവന്ന, അതൊന്നും നടന്നില്ല. അടുത്തിപ്പോ നമ്മളെ പാർട്ടിക്കാരെ കൊണ്ടുവന്നേക്കാണ്. അവിടെ ആരെ? നമ്മളെ പാർട്ടിക്കാരെ കൊണ്ടുവന്നേക്കണ. ഇപ്പൊ നിങ്ങളെ പാർട്ടിക്കാർ SFI കൊണ്ടുവന്ന്. എനിക്ക് പോടാ ഇറക്കാം. എന്ത് SFI അല്ല, പിന്നെ SFIO. മാമ ആരെ കൊണ്ടുവന്നാലും നമ്മളിവിടെ കുലുങ്ങൂലാമ. എന്തേ? നമ്മളെ സർക്കാർ കുലുങ്ങൂലാന്ന്. കുലുങ്ങൂല. അതാണോ മാമ? അവസാനം ഒന്ന് പൊട്ടിത്തെറിക്കേ ഉള്ളൂ. മാമ എന്താ ഈ SFIOയും തമ്മിലുള്ള ബന്ധം എത്തിരുമോ മാമ? ഒരുപാട് ബന്ധമുണ്ടടാ. എന്തൊക്കെ മാമ? SFIO എന്ന് പറഞ്ഞ കേരള സർക്കാർ ഭയക്കണ ഒരു അന്വേഷണ സംഘം. അതാണോ? SFI എന്ന് പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ ഭയക്കണ ഒരു ക്രിമിനൽ സംഘം. കൊല്ലത്ത് കാളയിൽ 2 സ്ഥാനാർത്ഥികൾ വന്നപ്പോഴും കുഴപ്പമില്ല. കൃഷ്ണകുമാർ വന്നപ്പം അവിടെ കുഴപ്പം. എന്താടാ കാര്യം? നിങ്ങളെ ചോദിക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു മാമ. ഞാൻ കാത്തിരിക്കായിരുന്നാ? എന്തിനാണ് കാര്യം? നിങ്ങളത് ചോദിക്കണം മാമ, ചോദിക്കണം. അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഉത്തരം പറയടാ. എന്റെ പൊന്നു മാമ, ഈ 2 സ്ഥാനാർത്ഥികൾ എവിടെ ഉള്ളത്? കേരളത്തിലുള്ളവര് മാമ. കൊല്ലത്തുകാരി. അതുകൊണ്ട് ഈ കൃഷ്ണകുമാർ എവിടുത്തുകാരൻ? അതും കേരളത്തിലുള്ളവൻ തന്നല്ലേ മാമ. തിരുവനന്തപുരത്തുകാരൻ. നോട്ടി. അതുകൊണ്ട് എന്തരേ? എന്റെ മാമ തിരുവനന്തപുരത്തുകാരൻ വന്ന് കൊല്ലത്ത് കളിക്കണ്ട. അതിന് നമ്മളെ പിള്ളേര് സമ്മതിക്കൂല. അപ്പം കണ്ടടത്ത് കിടക്കണ ചെഗുവേരയ്ക്ക് ചിന്താബാദ്. കണ്ടടത്ത് കിടക്കണ ചെഗുവേരയ്ക്ക് ചിന്താബാദ്. സ്വന്തം നാട്ടിൽ കിടക്കണ കൃഷ്ണകുമാറിന് മൂർത്താബാദ്. എന്റെ പൊന്നു മാമ, ഇവർ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചെഗുവേരയും കൃഷ്ണകുമാറും തമ്മിൽ ഉണ്ടടാ, ഒരുപാട് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട് മാമ. ചെഗുവേര എന്ന് പറയുന്നത് കുളിക്കുകയില്ല, പല്ല് കഴിക്കുകയില്ല. കൃഷ്ണകുമാർ ഇത്തിരി വൃത്തിയായിട്ട് കിടക്കണ അതിന്റെ ചൊരുക്ക്. മാമ ഓരോ സമയത്ത് ഓരോ ജീവിതമാണോ മാമ? തന്നെ, ഒരേ സമയത്ത് ഓരോ ജീവിതം തന്നെ. ഇപ്പൊ കണ്ടില്ലേ ആടുകളെ ജീവിതം? 2 ആഴ്ച മുമ്പ് വേറൊരു ജീവിതം ഉണ്ടായിരുന്നടാ. മരപ്പട്ടി ജീവിതം. അത് കഴിഞ്ഞുടനെ വേറൊരു ജീവിതം ഉണ്ടായിരുന്നു. സത്യഭാമയുടെ കറുത്ത ജീവിതം. തന്നെ. ഇനിയിപ്പോ നമ്മളെ ജീവിതമായിരിക്കും. ഇനി ഇലക്ഷൻ വരെ നമ്മളെ ജീവിതമാണ്. നമ്മളെ പോലെയുള്ള കഴുതകളുടെ വോട്ട് ജീവിതം. കഴുതകളുടെ വോട്ട് ജീവിതം. വാ.